ഒരുപാട് കാലമായി ഞാനൊരു മുരിങ്ങക്കൊമ്പ് പിടിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുരിങ്ങക്കൊമ്പ് നടുന്നതൊന്ന് പിടിപ്പിക്കുന്നതൊന്ന് കാണിച്ചു തരുമോയെന്ന്. ഞാനിതുവരെ മുരിങ്ങക്കൊമ്പ് നട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിതുവരെ കുറേ മുരിങ്ങക്കൊമ്പ് ഞങ്ങളുടെ വീട്ടിൽ നട്ട് നോക്കിയിട്ടുണ്ട്. അത് ടെറസിലൊന്നല്ല കേട്ടോ, നമ്മൾ മണ്ണിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് നോക്കിയതാണ്. പക്ഷേ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. പിടിക്കും എന്നിട്ടത് വാടിപ്പോവും അല്ലെങ്കിൽ ചീഞ്ഞു പോവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഇവിടെ ഒരു പാട്ടെടുത്തിട്ടുണ്ട്. ഇത് ഈ ഓയിലിൻ്റെ ഒക്കെ കീലില്ലേ, ഹീല എന്താണ് പറയില്ലേ, അതിൻ്റെ ഒക്കെ ഒരു പാട്ടയാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടയുടെ ഫ്രണ്ടിലെ ആ മൂടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് നമ്മളതിലെ കീല് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻ്റെ അത്യാവശ്യത്തിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ആ ഒരു കറയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരച്ചൊന്നും സോപ്പിട്ടൊന്നും കഴുകിയില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് തെർമോക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എനിക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, അതേ രീതിയിലൊന്ന് നട്ട് പിടിപ്പിച്ച് നോക്കാം. അപ്പോൾ സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ സാധാരണ വേപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക, ചീനമുളക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് രീതിയാണ് ഞാനിതിന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് മുരിങ്ങ കൊമ്പായ കാരണം ചെറിയൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ എന്തായാലും മുരിങ്ങക്കൊമ്പ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു മെയിൻ റീസണാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മുരിങ്ങക്കൊമ്പ് പിടിപ്പിച്ചിട്ട് പിടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ആദ്യം ഇതിന് ഹോളൊക്കെ ഇട്ട് കൊടുത്ത് ഈ പാട്ടക്ക്, എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ തെർമോക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട്. അതിന് ശേഷം ചിരട്ട ഇട്ട് കൊടുത്തു, പിന്നെ കുറേ ചകിരിയും ഇട്ട് കൊടുത്തിട്ടാണ്. ഇത് എന്തായാലും ചെയ്ത് കൊടുക്കണം. നമ്മളിതുപോലെ നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു മുരിങ്ങയ്ക്ക് നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കമ്പോസ്റ്റ് ആയിട്ടൊന്നുമില്ല, ഏകദേശം സെറ്റായിട്ട് വരണുള്ളൂ. മണ്ണും പിന്നെ ഇവിടെയുള്ള ചപ്പുചവറൊക്കെ കൂടി അടിച്ച് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ചാക്കൊക്കെ ദ്രവിച്ചു തുടങ്ങി, നല്ല ക്വാളിറ്റിയുള്ള ചാക്കൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് ചാക്ക് ദ്രവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതാണ് എന്താ പറയുക, നമ്മുടെ കരിയിലയാണ് ഇട്ട്, ആ കരിയിലയാണ് ഞാനിതിലേക്ക് പിന്നെ നിറക്കണം കേട്ടോ. ഫുള്ള് ഈ കരിയിലും പിന്നെ അതിൽ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മാസം മുന്നെയാണ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായി. നമ്മുടെ മഴയൊക്കെ വരാൻ തുടങ്ങിയ ആ ഒരു ടൈം ആവുന്ന സമയത്തേക്കാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് സെറ്റായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ഒരു ചാക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കരിയില കമ്പോസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ദ്രവിക്കാൻ കുറച്ചും കൂടി ടൈം പിടിക്കും. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ചാക്കൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അത്യാവശ്യത്തിന് മണ്ണ് അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരിയിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, പിന്നെ കരിയിലിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യണം. ഇതിൽ ഓൾറെഡി അതിൻ്റെ ആ കമ്പോസ്റ്റ് ആ ഒരു പ്രോസസ്സ് ചെയ്ത് വെച്ച കാരണമാണ് ഞാനത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കരിയില ഇടുക, പിന്നെ കുറച്ച് മണ്ണിടുക, പിന്നെ കുറച്ച് കരിയില ഇടുക, പിന്നെ കുറച്ച് മണ്ണിടുക, അങ്ങനെ ചെയ്യണം. ഇത് നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ എന്തോരം കരിയില ഇതിൽ നിറക്കുന്നോ അത്രയും അതിങ്ങനെ താഴ്ന്നു പോകും. കുറച്ച് നമ്മൾ ഒരു ഏകദേശമൊക്കെ നിറച്ച് നമ്മളത് താഴ്ത്തി കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ അതിൽ പിന്നെ വീണ്ടും നമ്മൾ മണ്ണിട്ടുകൊണ്ട് അല്ലെങ്കിൽ കരിയില നിറച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫുള്ള് കരിയില കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ കമ്പോസ്റ്റൊക്കെ ഞാനൊരു ചാക്കിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് മുന്നേ ഇതിൽ കുറച്ചും കൂടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒക്കെ നടട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് തൈകളൊക്കെ നടാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റാണ് ഇതിലേക്ക് പിന്നെ നിറക്കാൻ പോകുന്നിട്ട്. ഇത് കരിയില കമ്പോസ്റ്റാണ്. അപ്പോൾ എന്നോട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കാമെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റിൽ ഉള്ള ആൻസറാണ് പറയുന്നത്. ഇതിങ്ങനെ ചെടി നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചട്ടികളിലും ചെടി നട്ട ചട്ടികളിലും മണ്ണ് കുറവാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കും. അങ്ങനെ അതും ഇട്ട് കൊടുക്കാറുണ്ട്, ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല വളമാണ്. പിന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാവിധ
പോഷകങ്ങളും ഇതിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഏത് ചെടി നട്ട് പിടിപ്പിക്കുകയാണെങ്കിലും 100% പിടിച്ചിരിക്കും. കാരണം എനിക്ക് വേപ്പ് നട്ടിട്ടും ഇതേപോലെ തന്നെയാണ് ഞാൻ വേപ്പ് നട്ടിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ കാന്താരിമുളക് നട്ടിട്ടും നല്ല റിസൾട്ടാണ് കേട്ടോ. രണ്ടും നമുക്ക് പിടിക്കാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേപ്പും കാന്താരിമുളകും നമുക്ക് എത്ര നട്ട് കഴിഞ്ഞാലും മിക്ക ആളുകൾക്കും പിടിക്കില്ല. കാരണം ഈ ചട്ടികൾ നടുന്ന സമയത്ത് കേട്ടോ, നമ്മൾ മണ്ണിലൊക്കെ നടുമ്പോൾ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇതുപോലെയൊക്കെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർ മിക്കവരും നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ എന്തായാലും ഇത് പിടിച്ചിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയുടെ കൊമ്പ് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊരു തണലുള്ള ഭാഗത്തേക്ക്, മഴ നനയാത്ത, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന രീതിയിൽ തണലുള്ള ഒരു ഭാഗത്തേക്ക് നമ്മളിതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ചുമന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുരിങ്ങക്കൊമ്പ് പിടിക്കുന്നത് വരെ നമ്മളതിന് എനക്കം പറ്റരുത്. അതായത് ആ ഒരു കൊമ്പ് നമ്മൾ കുത്തി കൊടുത്തു, അതിന് ശേഷം നമ്മളതിനെ ആ കൊമ്പിന് എനങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൊമ്പ് കുത്തി കൊടുത്തതിന് ശേഷം അത് എനങ്ങാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്തിടണം. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതേപോലൊരു മൂത്ത നല്ലൊരു കൊമ്പാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മുരിങ്ങക്കൊമ്പൊക്കെ കൊമ്പ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ വെറുതെ ഇട്ടൊക്കെയാണെങ്കിലും അതിൻ്റെ മുകളിൽ പൊടിച്ചു വരും. നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ അതിനെ നട്ട് കഴിഞ്ഞാലോ അത് പിടിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം ഈ മുരിങ്ങക്കൊമ്പിനുണ്ട്. അപ്പോൾ അത് കാരണം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെ കുത്താൻ. അപ്പോൾ അടിഭാഗം നന്നായിട്ട് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഞാൻ നല്ലോണം താഴ്ത്തിയിട്ടാണ് കേട്ടോ കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇപ്പോൾ ചുമന്ന മണ്ണിട്ട് എന്നിട്ട് കുറച്ചും കൂടുതലും പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ മുട്ടത്തോടുണ്ട്, ചായപ്പിണ്ടി ഉണ്ട്, അതുപോലെ തന്നെ സവാളുടെ തൊലിയുണ്ട്. ഇതെല്ലാം ഇതിന് അത്യാവശ്യമായ വളങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കുറച്ചും കൂടുതലും കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയിലയുടെ മേലെ. എന്നിട്ട് പിന്നെ ചുമന്ന മണ്ണിട്ടു, പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടു, എന്നിട്ട് വീണ്ടും ഇത് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി കമ്പോസ്റ്റാണ് കേട്ടോ. കരിയിലുണ്ട്, അതുപോലെ തന്നെ ചക്കയുടെ വേസ്റ്റും ഒക്കെ കൂടി, എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി കമ്പോസ്റ്റാണ് ഇട്ടത്. നല്ല അടിപൊളി വളമാണ് ഇത്. ആ ഫ്രിഡ്ജിൻ്റെ ആ ബോഡിയിലും നിറയെ കമ്പോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു കുറേ ചാക്കുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇതിനെ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരൊറ്റ നനയാണ് നമ്മൾ നനയ്ക്കണുള്ളൂ. ഇനി ഈ കമ്പ് പിടിക്കുന്നത് വരെ, അതിൻ്റെ മുകളിൽ തളിരില വരുന്നത് വരെ നമ്മളിതിൽ നനച്ചു കൊടുക്കുന്നില്ല. നന്നായിട്ട് മണ്ണ് ഡ്രൈ ആയി തോന്നുമ്പോൾ മാത്രമേ രണ്ടാമത് നനച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റത്തെ നന നല്ല അടിപൊളിയായിട്ട് നനച്ചു കൊടുക്കണം. എന്തായാലും നമ്മുടെ ആ ഒരു അടിയിൽ നിന്ന് ആ വെള്ളം ഊർന്ന് പോകുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഒരു കവറും ഉണ്ട്, നമുക്ക് മൂടിക്കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ, ഇവിടെ ഉള്ള പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ തന്നെ ഇട്ട് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവരണേ അങ്ങനത്തെ ഒരു കവർ എടുക്കാം. ഇതേപോലെ നല്ല, അതിന് ഹോളൊന്നും ഇടരുത് കേട്ടോ. ഹോളൊന്നും ഇല്ലാത്ത ഇതുപോലത്തെ കവർ എടുക്കണം. എന്നിട്ട് അതുകൊണ്ട് അതിനെ കവർ ചെയ്ത് വെക്കാം. ഇതേപോലെ കവർ ചെയ്ത് വെക്കുക. ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് റോസക്കമ്പ് പിടിപ്പിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ബോഗൻവില്ല പിടിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ കമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 100% സക്സസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പുതിയ ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒക്കെ പറ്റുകയാണെങ്കിൽ തന്നോളൂ. എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല കേട്ടോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ഇതെങ്ങനെയൊന്നല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കവർ ചെയ്തിട്ടിട്ടുണ്ട് ഈ ഒരു മെത്തേഡ്. ഇനിയിപ്പോൾ ഇതിനൊരു മാസത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് നനക്കാൻ അതിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട, അതിനവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ, സീ യു.